ശ്രീകൃഷ്ണ ജ്യോതിഷാലയത്തേക്ക് ഏവർക്കും സ്വാഗതം. ജൂൺ മാസത്തെ ഫലമാണ് പറയുന്നത്. ജൂൺ മാസത്തിൽ വൃശ്ചിക കൂറുകാർക്കുള്ള ഫലമാണ് പറയുന്നത്. വൃശ്ചിക കൂറുകാർക്ക് എന്ന് പറയുമ്പോൾ വിശാഖത്തിൻ്റെ അവസാനത്തെ കാൽഭാഗവും അനിഴവും തൃക്കേട്ടയും കൂടി ചേരുന്ന വൃശ്ചിക കൂറുകാർക്ക് രണ്ടാം ഭാവം ശുദ്ധം, മൂന്നാം ഭാവം ശുദ്ധം, നാലാം ഭാവത്തിൽ രാഹു, അഞ്ചാം ഭാവത്തിൽ ശനി, ആറാം ഭാവത്തിൽ ശുക്രൻ, ഏഴാം ഭാവത്തിൽ സൂര്യൻ, ബുധൻ, അഷ്ടമത്തിൽ രാഹു, 9-ൽ ചൊവ്വ, 10-ൽ കേതു. ഇതാണ് ഗ്രഹസ്ഥിതി. പൊതുവെ രാഹുകേതുക്കളുടെ മാറ്റം ഇവർക്ക് അനുകൂലകരമല്ല എന്നുള്ള വസ്തുത നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്നിരുന്നാലും പറയുകയാണ്, ശനിയുടെ അഭാവം വലിയ കുഴപ്പമില്ലാത്തൊരവസ്ഥയാണ്. അതുപോലെ തന്നെ ബുദ്ധിപൂർവകരമായിട്ടുള്ള കഴിവുകളും മറ്റുള്ള കാര്യങ്ങളും അതിലൂടെ ധനസമ്പാദ്യം നേടുവാനുള്ള സാമർഥ്യം മറ്റുള്ളതും കാണുന്നുണ്ട്. തൊഴിൽ പുരോഗതി പൊതുവെ തൃപ്തികരമായിട്ട് കാണുന്നുണ്ട്. ദേഹാവസ്ഥ പൊതുവെ കുറച്ച് സൂക്ഷിക്കണം എന്നുള്ള കാണുന്നുണ്ട്. ത്വക്ക് സംബന്ധമായിട്ടുള്ള രോഗങ്ങളോ വ്രണസംബന്ധമായിട്ടുള്ള രോഗങ്ങളോ പാണ്ട് എന്ന് വെച്ച് പറഞ്ഞാൽ ചൊറിയ ചരങ്ങ് എന്നിവയും ചൊറിച്ചിൽ വന്ന് പൊട്ടി വരികയും അതുപോലെ തന്നെ പൊട്ടി വരുന്ന ഭാവം പെട്ടെന്ന് ഉണങ്ങാതെ ഇരിക്കുകയും ഷുഗർ സംബന്ധമായിട്ടുള്ളവർക്ക് അത് അതീവ ഗുരുതരമായിട്ട് മാറുന്ന സംഭവങ്ങളെല്ലാം ഉണ്ടാകാനുള്ള സാധ്യതകൾ ഉണ്ട്. അതുപോലെ തന്നെ മംഗളകർമ്മങ്ങളും മറ്റുള്ള കാര്യങ്ങളും ഭവനത്തിൽ നടക്കുവാനുള്ള സാധ്യതകൾ കൂടുതൽ കാണുന്നുണ്ട്. വാഹന സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ പ്രവർത്തിക്കുന്നവർക്കും വർക്ക് ചെയ്യിക്കുന്നവർക്കും മെക്കാനിക്കൽ സംബന്ധമായിട്ടുള്ള വർക്ക് ചെയ്യുന്നവർക്കും മെഷീനറി സംബന്ധമായിട്ടുള്ള വർക്ക് ചെയ്യുന്നവർക്കും ഗുണാനുഭവങ്ങളും നേട്ടങ്ങളും കൈവരിക്കുവാനുള്ള സാധ്യതകളുണ്ട്. ഗവൺമെൻറ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ നേട്ടങ്ങൾ കൈവരിക്കുവാനുള്ള സാധ്യതകൾ കൂടുതലായി കാണുന്നുണ്ട്. കർമ്മ പുരോഗതി പൊതുവെ ഉണ്ടാവും. തൊഴിൽ പുരോഗതി പൊതുവെ ഉണ്ടാവും. നാശനഷ്ടങ്ങൾ വരുവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ കുടുംബത്തിൽ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള കലഹം ചിലപ്പോൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ആ കലഹം ചിലപ്പോൾ നാട്ടുകാരെയും കൂടി ബാധിക്കുവാനുള്ള സാധ്യതയുണ്ട്. വീട്ടുകാരെയും ബാധിക്കുവാനുള്ള സാധ്യതയുണ്ട്. കുടുംബ ആസകലം വളർന്നു കയറുവാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ സന്താനങ്ങളുമായിട്ട് ചിലപ്പോൾ കൈകോർക്കുവാനുള്ള സാധ്യതയുണ്ട്. സന്താനങ്ങളുടെ വഴിതെറ്റി നടക്കുന്ന ശീലങ്ങളിൽ ചിലപ്പോൾ ആകുലപ്പെടാനുള്ള സാധ്യത കാണുന്നുണ്ട്. സന്താനങ്ങൾക്ക് ഐശ്വര്യക്കുറവും അസുഖങ്ങളും മറ്റുള്ള കാര്യങ്ങളിലും ആസ്പത്രി വാസങ്ങളുമായിട്ട് ചെലവഴിക്കുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. അതുപോലെ തന്നെ സന്താനങ്ങൾക്ക് പെട്ടെന്ന് അസുഖം വരിക, ആസ്പത്രി വാസം വരിക എന്നിവയിലുണ്ടാവും. അതിൽ പെട്ടെന്ന് ഇപ്പോൾ പ്രസവിച്ച കുഞ്ഞുങ്ങൾക്കായിരിക്കും ഏറ്റവും കൂടുതൽ ദോഷകരമായിട്ട് കാണുന്നത്. അത് കാരണം ചെറിയ പ്രായത്തിലുള്ള, അതായത് 3 മാസം പ്രായത്തിൽ താഴെയുള്ള കുട്ടികൾ, ഇപ്പോൾ പ്രസവിച്ച കുട്ടികളെല്ലാം വളരെ ശ്രദ്ധാപൂർവം എടുക്കുകയും അതുപോലെ തന്നെ എടുത്ത് കൈമാറുകയും അല്ലെങ്കിൽ എടുത്ത് മറ്റൊരാളുടെ മേൽ കൈമാറുന്നതിന് പകരം ഏതെങ്കിലും ബെഡിലോ തൊട്ടിയിലോ കിടത്തിയതിന് ശേഷം എടുക്കുന്നതായിരിക്കും കൂടുതലും അഭിരുചി. കൈകൊണ്ട് പരസ്പരം കൈമാറുന്നത് അത്ര ഉത്തമമല്ല എന്നുള്ളതാണ് കാണുന്നത്. അബദ്ധവശാൽ ചിലപ്പോൾ, അങ്ങനെ പറയാൻ പാടില്ല, എന്നിരുന്നാലും അബദ്ധവശാൽ ചിലപ്പോൾ കുട്ടികളെല്ലാം താഴത്ത് വീണു പോകാനുള്ള സാധ്യതകൾ കൂടുതലായിട്ട് കാണുന്നുണ്ട്. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അതുപോലെ തന്നെ ധനനാശങ്ങൾ വന്നു ചേരുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. ആഭരണങ്ങൾ നഷ്ടപ്പെടുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. ആഭരണങ്ങൾ മറന്നു വെച്ച് പോകാനുള്ള സാധ്യതകളും, ആഭരണങ്ങൾ ഊരി വെച്ചിട്ട് അത് പിന്നീട് എടുത്തു വെക്കാമെന്നുള്ള ചിന്തകളിൽ പെട്ട് അത് നഷ്ടപ്പെടുവാനുള്ള സാധ്യതയോ അല്ലെങ്കിൽ ആരെങ്കിലും അപഹരിക്കാനുള്ള സാധ്യതയോ, അപഹരിച്ചു കഴിഞ്ഞാൽ അത് കിട്ടുവാനുള്ള സാധ്യതകൾ വളരെ കുറവായിട്ടാണ് കാണുന്നത്. പോലീസ് കേസ് വഴക്കുകളെല്ലാം വന്ന് ചേരുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ 9-ാം ഭാവം ഭാഗ്യസ്ഥാനം വളരെ വീക്കായിട്ടാണ് കാണുന്നത്. അത് കാരണം ഭാഗ്യസ്വത്ത് വഴിപാട് എല്ലാ ആഴ്ചയിലും ഭഗവതി ക്ഷേത്രത്തിൽ ചെയ്യുന്നത് ഉത്തമപരമായിട്ടാണ് കാണുന്നത്. കർമ്മരംഗത്ത് വളരെ ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്തു കഴിഞ്ഞാൽ വലിയ കുഴപ്പമില്ലാതെ കർമ്മരംഗം പുരോഗതിപ്പെടുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. അതുപോലെ തന്നെ തൊഴിൽ രംഗത്ത് വളരെ ശ്രദ്ധ കേന്ദ്രീകരിച്ച് പ്രയോഗിക്കണം
എന്ന് തന്നെ പറയണം. അതുപോലെ തന്നെ ചെയ്യുന്ന തൊഴിലുകളിൽ ഏതായാലും അത് വളരെ ഭംഗിയോട് കൂടിയിട്ടും ശ്രദ്ധയോടുകൂടിയിട്ടും കൈകാര്യം ചെയ്യണം. അതുപോലെ തന്നെ തൊഴിലിനനുസരിച്ചുള്ള ലാഭവിഹിതം കിട്ടുവാനുള്ള സാധ്യതകൾ കൂടുതൽ കാണുന്നുണ്ട്. വിദേശ സംബന്ധമായിട്ടുള്ള യാത്രകളോ വിദേശ സംബന്ധമായിട്ടുള്ള യാത്രകൾക്കായിട്ട് ധനം കൊടുക്കുകയോ വിദേശ സംബന്ധമായിട്ടുള്ള യാത്രകൾക്ക് പുറപ്പെടുകയോ ചെയ്യുന്നവരെല്ലാം വളരെ സൂക്ഷ്മാക്കളായിരിക്കണം. അഥവാ പോയേ തീരുകയുള്ളൂ, അല്ലെങ്കിൽ പണം കൊടുത്തുപോയി ഇനി പോകാതിരിക്കാൻ വഴിയില്ല എന്ന് പറയുന്നവരെല്ലാം അവരവരുടെ ജാതകം പരിശോധിച്ച് ആ ദോഷവശങ്ങളെല്ലാം മനസ്സിലാക്കി അഥവാ ജാതകത്തിൽ നല്ല കാലങ്ങളാണെങ്കിൽ ഒരു കുഴപ്പമില്ല, അഥവാ ദോഷകാലങ്ങളാണെങ്കിൽ അതിനുള്ള പരിഹാര മാർഗങ്ങളും മറ്റുള്ളതും കണ്ടുകെട്ടണം. അതേസമയത്ത് ജാതകത്തിൽ നല്ല സമയങ്ങളാണ്, അനുഭവത്തിൽ അത് പ്രത്യക്ഷത്തിൽ കാണുന്നില്ല എന്നുണ്ടെങ്കിൽ പ്രശ്നപരിഹാരങ്ങൾ വെച്ച് അതിനുള്ള പരിഹാര മാർഗങ്ങളും മറ്റുള്ളത് കാര്യം നോക്കണം. പലവിധ ദോഷങ്ങൾ പ്രശ്നപരിഹാരത്തിൽ കണ്ടുവരുവാനുള്ള സാധ്യതകൾ കൂടുതലുണ്ട്. അത് കാരണം കൊണ്ട് തന്നെ അതൊന്ന് ശ്രദ്ധിക്കുന്നതും ഒരു നല്ലൊരു ഗുരുനാഥനെയോ ജ്യോത്സ്യനെയൊക്കെ കാണുന്നത് വളരെ ഉചിതപരമായിട്ടുള്ളൊരു കാര്യമാണ്. അത് കാരണം തന്നെ വൃശ്ചിക രാശിക്കാർക്ക് വളരെ ശ്രദ്ധാലുപരമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരാവശ്യം ഉണ്ട് താനും. അത് കാരണം തന്നെ വൃശ്ചിക രാശിക്കാർക്ക് പരിഹാരം നിർബന്ധമാണ് എന്നുള്ളതാണ് പറയുന്നത്. വ്യാഴത്തിന് തീർച്ചയായിട്ടും അവരവരർഹിക്കുന്ന അല്ലെങ്കിൽ അവരവർക്ക് അർഹിക്കുന്ന എന്ന് വെച്ച് പറഞ്ഞാൽ യഥാശക്തി വഴിപാട് പറ്റുന്നവർക്കെല്ലാം ത്രികാല പൂജയോ ഒരു ദിവസത്തെ പൂജയോ വ്യാഴാഴ്ച ദിവസം അല്ലെങ്കിൽ മാസത്തിലൊരു വ്യാഴാഴ്ച ദിവസം ചെയ്യുന്നത് മൂലം ദോഷഹിതങ്ങൾ വളരെ കുറഞ്ഞു വരുന്നതാണ്. അല്ലാത്ത പക്ഷം എല്ലാ വ്യാഴാഴ്ചയും മഹാവിഷ്ണുവിൽ പോയി ആ നടക്കലിരുന്ന് വിഷ്ണു സഹസ്രനാമജാപം ചെയ്യിക്കുക, അല്ലെങ്കിൽ ഭവനത്തിൽ വെച്ച് വിഷ്ണു സഹസ്രനാമജാപം ജപിക്കുക. അത് അല്ലാത്ത പക്ഷം ആ മഹാവിഷ്ണുവിന് മഞ്ഞപ്പട്ട് തുളസിമാല നിവേദ്യം, മഹാനിവേദ്യോ അല്ലെങ്കിൽ ചെറുനിവേദ്യോ എല്ലാം ചെയ്യുന്നത് മൂലം ദോഷഹിതങ്ങൾ കുറഞ്ഞു വരുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. പൊതുവെ മഹാവിഷ്ണു പ്രീതി ചെയ്യുന്നത് മൂലം ഈ ധനസംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളും കുടുംബ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളും സന്താന സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരങ്ങൾ കിട്ടുന്നതാണ്. അപ്പോൾ ഇവർക്ക് ഞാൻ പറഞ്ഞിരിക്കുന്നത് പോലെ തന്നെ പരിഹാര മാർഗങ്ങൾ നടത്തുക. നമസ്കാരം.